പ്രണയമണിത്തൂവൽ ഭാഗം 17. പ്രിയ കണ്ണുകളടച്ച് തുറന്ന് ശ്വാസം വലിച്ചു വിട്ടു. പിന്നെ നേരെ ചെന്ന് ബാഗ് അലമാരയിൽ വെച്ചു. ബാത്റൂമിൽ ചെന്ന് ഫ്രഷായി വന്ന് അവൾ പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും പിറകിൽ നിന്നും വിളി വന്നതും അവൾ ഞെട്ടിലോടെ നിന്നു. ഡി, അവിടെ നിൽക്കിരി. അവൾ നിന്ന് തിരിഞ്ഞു നോക്കി. എന്താ നിൻ്റെ ഉദ്ദേശം? എന്തിനാ നീ എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ അവരോട് പറഞ്ഞത്? അത് പിന്നെ അവരുടെ ഹസ്ബൻഡിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ നിന്ന് പരുങ്ങിക്കൊണ്ട് പറഞ്ഞു. ഹസ്ബൻഡിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറയേണ്ടത്? ഞാൻ കൊടിയനാണ്, സംശയരോഗിയാണ്, നിന്നെ ഉപദ്രവിക്കും, എന്തൊക്കെയാണ് നീ അവരോട് പറഞ്ഞത്? നിനക്ക് അല്പമെങ്കിലും മനസാക്ഷിയുണ്ടോ? ഇന്ന് വരെ നിന്നെ ഒന്ന് നുള്ളി നോവിക്കുകയോ കൂടി ചെയ്തിട്ടില്ല ഞാൻ. എന്നിട്ടും ഇങ്ങനെയൊക്കെ എങ്ങനെ പറയാൻ തോന്നി നിനക്ക്? അവൾ വിഷമത്തോടെ അവനെ നോക്കി. അത് മനുവേട്ട, അവർ ഹസ്ബൻഡിനെ കുറിച്ച് വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു. നമ്മൾ തമ്മിലുള്ള ബന്ധം അവിടെ ആരും അറിയേണ്ടെന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് അവരുടെ ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹസ്ബൻഡുമായിട്ട് പിണക്കത്തിലാണെന്ന് പറഞ്ഞത്. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. അവൾ പറഞ്ഞു പോയി പോലും. ഇതെല്ലാം പോട്ടെ, നിനക്കൊരു കുഞ്ഞിനെ തരാൻ കഴിവില്ലാത്ത ആണത്തും ഇല്ലാത്തവനാണെന്ന് നീ പറഞ്ഞില്ലേ? അതെന്തിനായിരുന്നു? അവൾ ഞെട്ടി. സത്യമായിട്ടും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കുട്ടികളുണ്ടാക്കാത്തത് എന്ത് കുറ്റം കൊണ്ടാണെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അവരങ്ങനെയൊക്കെ വളച്ചു പിടിച്ചതാ. ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇപ്പം കുറ്റമൊക്കെ അവർക്കായി അല്ലേ? അല്ലെങ്കിലും ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതൊന്നല്ലല്ലോ. ഞാൻ ചെയ്യാത്ത തെറ്റ് എൻ്റെ മേൽ അടിച്ചേൽപ്പിച്ച് എന്നെക്കൊണ്ട് നിൻ്റെ കഴുത്തിൽ താലി കെട്ടിച്ചവളല്ലേ നീ? നിന്നിൽ നിന്ന് ഇതേ ഞാൻ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ചുവന്നു. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. മനുവേട്ടാ, എന്തൊക്കെയാ പറയുന്നത്? ഞാൻ മനഃപൂർവ്വം അങ്ങനെയൊന്നും പറഞ്ഞതല്ല. പറഞ്ഞല്ലോ, അവരിൽ നിന്നുള്ള ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു പോയതാ. എന്നോട് ക്ഷമിക്കേ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വേണ്ട, ഒരിക്കലും ഇതുപോലെ നീ പറഞ്ഞ ഇല്ല കഥകൾ കേട്ട് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ നാണം കേട്ട് തല കുഴിച്ച് നിൽക്കേണ്ടി വന്നു എനിക്ക്. ഇപ്പതാ വീണ്ടും മതി, ധാരാളം. ഇനി എനിക്കൊന്നും പറയാനില്ല. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു. പ്രിയ കരഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. രാത്രി അത്താഴം കഴിക്കാതെ പ്രിയ അഭിയേയും കാത്ത് സിറ്റ് ഔട്ടിലിരുന്നു. മോൾ ഭക്ഷണം കഴിക്കുന്നില്ലേ? ഗോമതി അവിടേക്ക് വന്നോട് ചോദിച്ചു. മനുവേട്ടനും കൂടി വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോളാം. അവൻ എവിടെ പോയതാ? അറിയില്ല. നിനക്ക് അവനൊന്ന് വിളിച്ച് ചോദിച്ചുകൂടായിരുന്നു? വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവൾ വിഷമത്തോടെ പറഞ്ഞു. അവളുടെ മുഖം കണ്ട് ഗോമതിക്ക് എന്തോ പന്തികേട് തോന്നി. അവർ അവളുടെ അരികിലേക്ക് ചെന്നു. എന്താ മോളെ, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ പതിയെ മുഖം ഉയർത്തി. അത് അമ്മായി, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പിണക്കം. ആദേശത്തിന് ഇറങ്ങിപ്പോയതാള്, അതുകൊണ്ടാ. ഓഹോ, ആണോ? മോൾ വിഷമിക്കണ്ട, ഞാൻ വിളിച്ചിട്ട് സംസാരിച്ചോളാം. അതും പറഞ്ഞ് ഗോമതി തൻ്റെ ഫോണെടുത്ത് അബിയുടെ നമ്പർ ഡയൽ ചെയ്തു. കുറേ തവണ റിങ് ചെയ്തു ഫോൺ എടുക്കപ്പെട്ടു. ഹലോ, നീ ഇത് എവിടെ പോയതാടാ? സമയം എന്തായെന്ന് വിചാരം? ഞാനത് പ്രദീപിൻ്റെ കൂടെ ഉണ്ട്. ഓഫീസിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. സമയം കുറേ ആയില്ലേ? നാളെ നിനക്ക് കോളേജിൽ പോകേണ്ടതല്ലേ? എക്സാം എടുക്കാറായില്ലേ? അതുകൊണ്ട് അധികം ഉറക്കം ഒഴിയാൻ നിൽക്കണ്ട, വേഗം വരാൻ നോക്ക്. അവൻ കോൾ കട്ട് ചെയ്തു. പ്രിയക്ക് അല്പം ആശ്വാസം തോന്നി. അമ്മായി പോയി കിടന്നോളൂ, മനുവിൻ്റെ വന്നാൽ ഞാൻ ഭക്ഷണം എടുത്ത് കൊടുത്തോളാം, പ്രിയ പറഞ്ഞു. അതാണ് നല്ലതെന്ന് ഗോമതിക്കും തോന്നി. ശരി മോളെ. ഗോമതി പറഞ്ഞ് മുറിയിലേക്ക് പോയി. കുറച്ച് സമയത്തിന് ശേഷം അഭി വന്നു. വണ്ടി നിർത്തി അവൻ ഇറങ്ങി. പ്രിയ എഴുന്നേറ്റു. അവൻ പക്ഷേ അവളെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് നടന്നു. മനുവേട്ടാ, ഭക്ഷണം കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചു. അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് നടന്നു. പ്രിയ വിഷമത്തോടെ അവിടെ നിന്നു. പിന്നെ എല്ലായിടത്തും ഫ്രിഡ്ജിൽ വെച്ച് മുറിയിലേക്ക് പോയി. അവൾ ചെന്നപ്പോഴേക്കും അഭി ഉറങ്ങിയിരുന്നു. പ്രിയയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ലൈറ്റടച്ച് പോയി കിടന്നു. ശബ്ദമില്ലാതെ കരഞ്ഞ് അവൾ എപ്പോഴോ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് കാലത്ത് പ്രിയ ഉണർന്നപ്പോൾ അഭി നല്ല ഉറക്കത്തിലായിരുന്നു. അവൾ വേഗം താഴേക്ക് ചെന്നു. കടുപ്പത്തിലൊരു ചായ ഉണ്ടാക്കി മുകളിലേക്ക് വന്നു. അപ്പോഴേക്കും അവൻ ഉണർന്നിരുന്നു.
സോഫയിലിരുന്ന് ലാപ്ടോപ്പിൽ എന്തോ ചെക്ക് ചെയ്യുകയായിരുന്നു അവൻ. അവൾ അവൻ്റെ അരികിലേക്ക് ചെന്നു. മനുവേട്ട, ചായ. എനിക്ക് വേണ്ട. അത് കേട്ടതും അവൾക്ക് വിഷമം വന്നു. എന്നോടുള്ള ദേഷ്യം എന്തിനാ ഭക്ഷണത്തോട് കാണിക്കുന്നത്? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ശല്യപ്പെടുത്താതൊന്ന് പോയേ, അവൻ ദേഷ്യത്തോട് പറഞ്ഞു. അത് കേട്ടതും അവളൊന്ന് ഞെട്ടി. പിന്നെ കണ്ണുകൾ തുടച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. അവൻ കുളിക്കാനായി ബാത്റൂമിൽ കയറിയപ്പോൾ അവൾ വന്ന് ഡ്രസ്സ് മാറി വേഗം ബാഗും എടുത്ത് പുറത്തേക്ക് നടന്നു. താഴെ നിന്ന് ലഞ്ച് ബോക്സ് ബാഗിലെടുത്ത് വെച്ചു. മോൾ ഇറങ്ങിയോ? ഒന്നും കഴിക്കുന്നില്ലേ? ഗോമതി ചോദിച്ചു. ഇല്ല അമ്മായി, എനിക്ക് കാലത്ത് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചോളാം. അല്ല അബിയോ, അവൻ നിൻ്റെ കൂടെ വരുന്നില്ലേ? ഇല്ല, മനുവേട്ടിന് എന്തൊക്കെ ഫയൽ നോക്കാനുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പോവാം. അതും പറഞ്ഞ് അവൾ വേഗം പുറത്തേക്ക് നടന്നു. കുളി കഴിഞ്ഞ് അബി പുറത്തേക്ക് വന്നു. വേഷം മാറവേ അവനൊന്ന് നിന്ന് ചുറ്റും നോക്കി. അവളെവിടെ? കാണുന്നില്ലല്ലോ. വേഷം മാറാൻ വരേണ്ട സമയമായല്ലോ. ഇനി ഞാൻ നേരത്തെ ദേഷ്യപ്പെട്ടതുകൊണ്ട് നിമ്മിയുടെ മുറിയിലെങ്ങാനും പോയി കാണുമോ? അവൻ ആലോചിച്ചു. പിന്നെ വേഷം മാറി താഴേക്ക് ചെന്നു. ആ, നീ വന്നോ, വാ കഴിക്കാം, ഗോമതി പ്ലേറ്റ് എടുത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. അവൻ കൈ കഴുകി ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു. അവൻ കണ്ണുകൾ കൊണ്ട് ചുറ്റും നോക്കി പ്രിയയെ തിരഞ്ഞു. ഗോമതി പ്ലേറ്റിലേക്ക് 4 ഇഡലി വെച്ച് കൊടുത്തു. സാമ്പാറും വിളമ്പി. അവൻ പതിയെ കഴിക്കാൻ തുടങ്ങി. പ്രിയ കഴിച്ചില്ലേ? അവൻ ചോദിച്ചു. അവൾ പോയല്ലോ. പോയോ? അവൻ പെട്ടെന്ന് ചോദിച്ചു. ആ, സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് നേരത്തെ പോയി. ഒന്നും കഴിക്കാതെ പോയത്. എന്താടാ നിങ്ങൾ തമ്മിലുള്ള പിണക്കം ഇതുവരെ മാറിയില്ലേ? അത് പിന്നെ പാവം, ഇന്നലെ നീ വരുന്നതും കാത്ത് ഭക്ഷണം പോലും കഴിക്കാതെ സീറ്റോട് നിന്നെയും കാത്ത് ഒരേ ഇരിപ്പായിരുന്നു അവൾ. അതാ ഇന്നലെ ഞാൻ നിന്നെ വിളിച്ചത്, ഗോമതി പറഞ്ഞു. അത് കേട്ടതും അവനൊന്നും വല്ലാതായി. പെട്ടെന്ന് തന്നെ കഴിപ്പും മതിയാക്കി അവൻ എഴുന്നേറ്റു. നീ എന്താ ഒന്നും കഴിക്കാതെ എഴുന്നേറ്റത്? അത് മതിയമ്മേ, എനിക്ക് പോകും വഴി ഓഫീസിലൊന്ന് കയറാം, ഇനി നിന്ന് വൈകും. അതും പറഞ്ഞ് അവൻ കൈ കഴുകി വേഗം പുറത്തേക്ക് നടത്തു. ബൈക്കിൽ കയറി വണ്ടി ഓടിച്ചു പോയി. ബസ് സ്റ്റോപ്പിലെത്തിയതും അവൻ വണ്ടി നിർത്തി. അവിടെ അവളെ കണ്ടില്ല. ഇവൾ പോയോ? ഛേ, അവളോട് ഇത്രയും ചൂടാവേണ്ടായിരുന്നു. അവൾക്ക് നല്ല വിഷമായി എന്ന് തോന്നുന്നു. ഏതായാലും സാരമില്ല, കോളേജിൽ ചെന്ന് അവളോടൊരു സോറി പറയാം, അവൻ മനസ്സിലോർത്തു. പിന്നെ വണ്ടി വിട്ടു. സ്റ്റാഫ് റൂമിൽ ഇരിക്കുകയായിരുന്നു വിജയ്. ഇടയ്ക്കിടെ അയാൾ അസ്വസ്ഥതയോടെ പ്രിയയുടെ സീറ്റിലേക്ക് നോക്കി. അപ്പോൾ റുബീന അവിടേക്ക് വന്നു. എന്താ സാറേ, പ്രിയ ടീച്ചറെ കാണാത്തത് കൊണ്ടുള്ള ടെൻഷനാണോ? അവൾ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഇന്നലെ ആ കാര്യം പറഞ്ഞത് മുതൽ ടീച്ചർ ആകെ ടെൻഷനിലായിരുന്നു. അതിനുശേഷം ടീച്ചർ ഹാഫ് ഡേ ലീവ് എടുത്ത് പോയത്. അതുകൊണ്ട് എന്തോ ഒരു പേടി പോലെ. സാർ അതൊന്നും ഓർത്ത് വിഷമിക്കില്ല. ഒരു വിവാഹം കൊണ്ട് തന്നെ ഒത്തിരി അനുഭവിച്ചില്ലേ, അതുകൊണ്ട് രണ്ടാമതൊന്ന് കേൾക്കുമ്പോൾ പേടി കാണും. സാർ അതൊന്നും കാര്യമാക്കണ്ട. ടീച്ചർ വന്നതിന് ശേഷം സാറ് മനസ്സ് തുറന്നൊന്ന് സംസാരിച്ചാൽ മതി. റുബീനെ പറഞ്ഞ് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും ഒരു നിമിഷം നിന്നും. പിന്നെ സാറേ, ആ സ്വിച്ച് ബോർഡിൽ തൊട്ടയ്ക്കരുതേ, ഷോക്കുണ്ട്. പ്രിൻസിപ്പലിനോട് പറഞ്ഞ് നന്നാക്കാനൊരു ഇലക്ട്രീഷ്യനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുവരെ ആടും അതിൽ തൊടാതെ നോക്കണം. ശരി. റുബീന പുറത്തേക്ക് നടന്നു. വിജയ് അസ്വസ്ഥതയോടെ തൻ്റെ സീറ്റിൽ ചെന്നിരുന്നു. അപ്പോഴാണ് പ്രിയ അവിടേക്ക് വന്നത്. വിജയിയെ കണ്ടതും അവൾ ഒരു നിമിഷം നിന്നു. പിന്നെ അയാളെ നോക്കാതെ മുഖം താഴ്ത്തി തൻ്റെ സീറ്റിൽ ചെന്നിരുന്നു. ടീച്ചർ, തലവേദന എങ്ങനെയുണ്ട്? അയാൾ മടിച്ചു ചോദിച്ചു. കുറവുണ്ട്. ഞാൻ ഇന്നലെ അവർ പറഞ്ഞ കാര്യം കേട്ടിട്ടാണോ ടീച്ചർക്ക് എൻ്റെ മനസ്സിലൊരു ഇഷ്ടം തോന്നിയപ്പോൾ അത് ഞാൻ പറഞ്ഞു. ടീച്ചർക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. വിജയ് പറഞ്ഞു. വിജയ്, നിങ്ങളൊരു നല്ല സഹപ്രവർത്തകനായി, ഒരു നല്ല സുഹൃത്തായി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് എനിക്കൊരിക്കലും താങ്കളെ കാണാൻ കഴിയില്ല. എനിക്ക് എൻ്റെ ഭർത്താവാണ് വലുത്. അദ്ദേഹത്തെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് വിജയ് സാറിന് എന്നോടൊന്നും തോന്നരുത്. എനിക്ക് സാറിന് വിവാഹം കഴിക്കാൻ കഴിയില്ല, അവൾ പറഞ്ഞു. അയാൾ ഒരു നിമിഷം മൗനമായി. ടീച്ചറുടെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ, വിജയ് പറഞ്ഞ് തൻ്റെ സീറ്റിൽ ചെന്നിരുന്നു. പ്രിയ കുറച്ച് അസ്വസ്ഥയായി.
പിന്നെ എഴുന്നേറ്റ് ചെന്ന് ഫാൻ ഇടാൻ ഒരുങ്ങിയതും വിജയ് അത് കണ്ടു. റുബീന് പറഞ്ഞതോർത്ത് അയാൾ ഞെട്ടലോട് ചാടി എഴുന്നേറ്റു. ഓടി വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. ബാലൻസ് കിട്ടാതെ വീഴാൻ പോയതും അയാൾ അവളെ ചുറ്റിപ്പിടിച്ചു. പ്രിയ ഒന്ന് ഞെട്ടി. സാർ, എന്താ ഇത്? വീട്. അവൾ കുതറാൻ ശ്രമിച്ചു. ഈ സമയം അവിടേക്ക് വരികയായിരുന്ന അഭി ജനാലയിലൂടെ ഇത് കണ്ടു. പ്രിയയെ വിജയ് കടന്നു പിടിക്കുകയാണ് എന്ന് കരുതി അഭിയുടെ രക്തം തെളിച്ചു. അവൻ വേഗം വാതിലിന് നേരെ ഓടി. ടീച്ചറെ, അത് ഷോക്കുണ്ട്, തുടരുത്, അതുകൊണ്ടാണ് ടീച്ചറെ ഞാൻ തടഞ്ഞത്. വിജയ് പറഞ്ഞത് കേട്ട് അവൾ ഒന്ന് നിന്നു. വിജയ് പിടിവിട്ടതും അലറിക്കൊണ്ട് അഭി അവിടേക്ക് വന്ന് വിജയുടെ കോളറിൽ കടന്നു പിടിച്ച് കവളിൽ ആഞ്ഞടിച്ചു. അത് കണ്ട് പ്രിയ ഞെട്ടി. എടാ, എന്ത് ധൈര്യത്തിലാടാ നീ ഇത് ചെയ്തത്? നാളെ മുണ്ടോട്ടാ സഹപ്രവർത്തകയെ കയറി പിടിക്കാൻ. അവൻ അലറി. ബഹളം കേട്ടി എല്ലാവരും അവിടേക്ക് വന്നു. മഹേഷും മറ്റുള്ളവരും ചേർന്ന് അവനെ പിടിച്ച് മാറ്റി. അപ്പോഴേക്കും പ്രിൻസിപ്പാളും വന്നു. എന്താ ഇവിടെ? സാറ്, അത് ഇയാള്, അഭി അരിശത്തോടെ പറഞ്ഞു നിർത്തി. എന്തായാലും എല്ലാവരും എൻ്റെ ക്യാബിനിലേക്ക് വരൂ, അവിടെ വെച്ച് സംസാരിക്കാം, ഗോവർദ്ധൻ പറഞ്ഞു. എല്ലാവരും പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്ക് ചെന്നു. എന്താ അവിടെ ഉണ്ടായത് അഭിമന്യു? എന്തിനാ താൻ വിജയെ ആക്രമിച്ചത്? ഗോവർദ്ധൻ ചോദിച്ചു. സാർ, ഇയാൾ കൃഷ്ണപ്രിയ ടീച്ചറെ കടന്നു പിടിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി, അതാ ഞാൻ, അഭി പറഞ്ഞു. വിജയ് ഒന്ന് ഞെട്ടി. ഗോവർദ്ധൻ രൂക്ഷമായി വിജയെ നോക്കി. ഈ കേട്ടത് നേരാണോ വിജയ്? അല്ല സാർ, ഞാനൊരിക്കലും പ്രിയ ടീച്ചറോട് അങ്ങനെ മോശമായി പെരുമാറിയിട്ടില്ല. പിന്നെ ഞാൻ കണ്ടത് എന്താണോ? താൻ പറഞ്ഞത് സത്യം, ഞാൻ പറഞ്ഞത് സത്യമാണ് സാർ. സാർ വേണമെങ്കിൽ പ്രിയ മാഡത്തോട് തന്നെ ചോദിച്ചോളൂ, അഭി പറഞ്ഞു. അയാൾ ഗൗരവത്തോടെ പ്രിയയെ നോക്കി. എന്താ പ്രിയ, എന്താ തനിക്ക് പറയാനുള്ളത്? അഭിമന്യു പറഞ്ഞതൊക്കെ സത്യമാണോ? പ്രിയ ഒരു നിമിഷം അഭിയെയും വിജയെയും നോക്കി. എന്തു പറയണം എന്ന് അവൾ ആലോചിച്ചു. എന്താ ടീച്ചറെ ഒന്നും മിണ്ടാത്തത്? അഭിമന്യു പറഞ്ഞത് നേരാണോ? ഗോവർദ്ധൻ ചോദിച്ചു. അല്ല, അവൾ പറഞ്ഞത് കേട്ട് അഭി ഞെട്ടലോടെ അവളെ നോക്കി. അവൾ പക്ഷേ അവനെ നോക്കാതെ ഗൗരവത്തോടെ തന്നെ നിന്നു. പ്രിയ, അവനെന്തോ പറയാമെന്നതും പെട്ടെന്ന് നിന്ന് എല്ലാവരെയും നോക്കി. പ്രിയ ടീച്ചർ സത്യം തന്നെയാണല്ലോ പറയുന്നത്, അല്ലാതെ ആരെയും രക്ഷിക്കാൻ പറയുന്നതല്ലല്ലോ? ഗോവർദ്ധൻ ചോദിച്ചു. അതെ സാർ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഗോവർദ്ധൻ അഭിയെ നോക്കി. എന്താ അഭിമന്യു, പ്രിയ ടീച്ചർ പറയുന്നത് വിജയ് സാർ അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല എന്നാണല്ലോ. പിന്നെ താനെതിരാ ഇങ്ങനൊരു കള്ളം പറഞ്ഞത്? അത് കേട്ടതും അവനാകെ വല്ലാതെ. ഞാൻ പറഞ്ഞത് കള്ളമല്ല സാർ, ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത്. എന്നിട്ടും ടീച്ചർ എന്തിനാ ഇങ്ങനെയൊരു കള്ളം പറയുന്നതെന്ന് എനിക്കറിയില്ല. അവൻ മുഖം കുനിച്ച് രോഷം കടിച്ചമർത്തി പറഞ്ഞു. താൻ ക്ലാസ്സിലേക്ക് ചെല്ല്. പ്രിയയെ രൂക്ഷമായി ഒന്ന് നോക്കി അവൻ പുറത്തേക്ക് നടന്നു. ഗോവർദ്ധൻ പ്രിയയെയും വിജയെയും നോക്കി. എന്താണോ ഈ കേൾക്കുന്നതൊക്കെ? സർ, അഭിമന്യു കണ്ടു എന്ന് പറഞ്ഞതൊക്കെ നേര് തന്നെയാണ്. പക്ഷേ അത് സാറ് ടീച്ചറെ രക്ഷിക്കാൻ ഞാൻ ടീച്ചറെ രക്ഷിക്കാൻ വേണ്ടി പിടിച്ച് മാറ്റിയതാണ്. സ്റ്റാഫ് റൂമിലെ സ്വിച്ച് കംപ്ലൈൻ്റ് ആണല്ലോ, അതറിയാതെ ടീച്ചർ സ്വിച്ച് ഇടാൻ പോയപ്പോൾ പിടിച്ചു മാറ്റിയതാണ്, അല്ലാതെ മറ്റൊരു ഉദ്ദേശവും എനിക്കില്ലാതിരുന്നു, വിജയ് പറഞ്ഞു. നേരാണോ ടീച്ചർ ഇത്? അതെ സാർ. ഏതായാലും രണ്ടാളും ക്ലാസ്സിലേക്ക് ചെല്ലാൻ നോക്ക്, ഗോവർദ്ധൻ പറഞ്ഞു. ഇരുവരും പുറത്തേക്ക് നടന്നു. അടുത്ത അവർ അഭിയുടെ ക്ലാസ്സിലായിരുന്നു. പ്രിയയ്ക്ക് അടുത്ത അവർ അഭിയുടെ ക്ലാസ്സിലായിരുന്നു ഡ്യൂട്ടി. പ്രിയ അല്പം ആശങ്കയോടെ ക്ലാസ്സിലേക്ക് ചെന്നു. അകത്ത് കയറി അഭിയുടെ സീറ്റിലേക്ക് നോക്കി. അവിടെ അവനെ കാണാഞ്ഞ് അവളൊന്ന് പരിഭ്രമിച്ചു. എങ്ങനെയൊക്കെ ക്ലാസ് എടുത്തു തീർത്ത് അവൾ പുറത്തേക്ക് നടന്നു. അവൾ അഭിയെ നോക്കി അവിടെ മാകെ നടന്നു. അപ്പോഴാണ് ലൈബ്രറിയിലിരിക്കുന്ന അഭിയെ കണ്ടത്. അവൾ ആശ്വാസത്തോടെ അകത്തേക്ക് ചെന്നു. കസേരയിൽ കൈവച്ച് കൂട്ടിത്തിരുമ്മി ദേഷ്യത്തോടെ മുഖം കൊണ്ടിരിക്കുകയായിരുന്നു അവൻ. മനുവേട്ട, അവളുടെ വിളികേട്ട് അവൻ കൈകൾ കൂട്ടിത്തിരുമ്മി. മനുവേട്ട, എന്താ ഇവിടെ വന്നിരിക്കുന്നേ? വാ, ക്ലാസ്സിലേക്ക് പോകാം. അവൻ പ്രതികരിക്കാതെ അങ്ങനെ തന്നെയായിരുന്നു. മനുവേട്ട വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല അവിടെ ഉണ്ടായത്. സ്റ്റാഫ് റൂമിൽ സ്വിച്ചിന് ഷോക്ക് ഉണ്ടായിരുന്നു. അതറിയാതെ ഞാൻ സ്വിച്ച് ഇടാൻ പോയപ്പോൾ എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് സാറിനെ പിടിച്ചത്, അല്ലാതെ മനുവേട്ട് വിചാരിക്കുന്നത് പോലെ ദുരുദ്ദേശത്തോടെയൊന്നും എന്നെ തൊട്ടതല്ല അദ്ദേഹം. അത് കേട്ടതും അവൻ രോഷത്തോടെ ചാടി എഴുന്നേറ്റു. അതെടി, അവൻ പുണ്യാളൻ. അവൻ മാത്രമല്ല, അതിലും മറ്റുള്ളവരും എല്ലാം പുണ്യാളന്മാരായിരുന്നല്ലോ നിനക്ക്. ഞാൻ മാത്രമല്ലല്ലോ മോശക്കാരൻ.
അല്ല, എല്ലാവരുടെ മുന്നിൽ എന്നെ അങ്ങനെ മോശക്കാരനാക്കാനല്ലേ നിനക്കും ഇഷ്ടം? അത് കേട്ടതും അവളൊന്നും വല്ലാതെ, മനുവേട്ടാ ഇങ്ങനൊന്നും പറയരുത്, മതി, നിർത്ത നിൻ്റെ അഭിനയം. കള്ളം പറയാനും അഭിനയിക്കാനും ഒക്കെ നീ മിടുക്കിയാണല്ലോ. കോളേജ് വെച്ച് വരുണിനെ പ്രണയിച്ചു, അവനെ നഷ്ടമായപ്പോൾ ഇല്ല കഥകൾ പറഞ്ഞുണ്ടാക്കി എന്നെ കിട്ടി. ഇപ്പോൾ എന്നെ ഒഴിവാക്കി ആ വിജയെ കെട്ടാനാണോ നിൻ്റെ ഉദ്ദേശം? അത് കേട്ടതും അവൾ ഞെട്ടിപ്പോയി. ജ്വലിക്കുന്ന കണ്ണുകളോടെ അവനെ തുറച്ചു നോക്കി. മതി, നിർത്ത്, ഇനി ഒരക്ഷരം മിണ്ടിയാലുണ്ടല്ലോ. ഇത്രയും ഞാൻ കേട്ടു നിന്നത് നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കിട്ടിയ ആളാണല്ലോ എന്ന് കരുതിയാണ്. പക്ഷെ ഇപ്പോൾ ആ കാര്യം മറന്ന് സംസാരിച്ചിരിക്കുന്നു നിങ്ങൾ. ഇനി ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല. തോന്നുമ്പോൾ വസ്ത്രം മാറുന്നത് പോലെ പുരുഷൻ മാറുന്ന ഒരു വൃത്തികെട്ടവളായിട്ടാണോ നിങ്ങൾ എന്നെ കരുതിയിരിക്കുന്നത്? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. പറഞ്ഞു പോയ വാക്കിൻ്റെ അർത്ഥം അപ്പോഴാണ് അവനും ഓർത്തത്. അവൻ ഞെട്ടി. എന്താ നിങ്ങളുടെ പ്രശ്നം? എൻ്റെ ഭർത്താവിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ കള്ളം പറഞ്ഞതോ? ടീച്ചറുടെ ഭർത്താവ് എന്ന് പറഞ്ഞ് സ്റ്റുഡൻസിൻ്റെ കളിയാക്കൽ ഏറ്റുവാങ്ങേണ്ടത് കരുതിയ ഞാൻ അക്കാര്യം മറച്ചു വെച്ചത്. എന്നാൽ ഇനിയത് വേണ്ട. ഞാൻ പറഞ്ഞതൊക്കെ ഇപ്പം തന്നെ തിരുത്തിയേക്കാം. നിങ്ങളാണ് എൻ്റെ ഭർത്താവ് എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞേക്കാം. മാത്രമല്ല, നമ്മുടെ വിവാഹം എങ്ങനെ നടന്നു എന്ന് കൂടി പറയാം. എന്താ പോരെ? അതും പറഞ്ഞ് അവൾ ദേഷ്യത്തോടെ പുറത്തേക്ക് നടന്നു. അഭിയാകെ വിഷമത്തോടെ അവിടെ നിന്നു. ജനലരികിൽ നിന്ന് ഇതെല്ലാം കേട്ട് നീലിമയുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. ഇത് മതി, ഇനിയും നീലിമ കളിക്കാൻ തുടങ്ങുകയാണ് മോനെ, നീ കണ്ടോ? ഗൂഢമായി ചിരിച്ചുകൊണ്ട് അവൾ നടന്നു. തുടരും.